വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സാഞ്ചിയിലെ സ്തൂപത്തെ കുറിച്ച് അല്ലെ. അപ്പോ സാഞ്ചി സ്തൂപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഏതാണ് ചോദ്യം? സാഞ്ചി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സാഞ്ചി സ്തൂപം എവിടെയാണ്? മധ്യപ്രദേശിൽ. അടുത്തത് ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ പേരാണ്. പേരിതാണ് റിനോൾട്ട്. എന്താണ് റിനോൾട്ട് എന്നത്? ഈ വാഹന നിർമ്മാണ കമ്പനി ഏത് രാജ്യത്തിന്റെ വാഹന നിർമ്മാണ കമ്പനിയാണ് എന്നാണ് ചോദിക്കുന്നത്. ഫ്രാൻസിന്റെയാണ്. റിനോൾട്ട് എന്നത് ഏത് എന്താ പറയുന്നത് രാജ്യത്തിന്റെ വാഹന നിർമ്മാണ കമ്പനിയാണ്? ഏതിന്റെയാണ്? ഫ്രാൻസിന്റെയാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവല് ഏതാണ്? മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ നോവലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഓഡിയോ നോവലാണ് ചോദിക്കുന്നത്. ഓഡിയോ നോവലിന്റെ പേര് ഇതാണ്. ഇതാണെന്റെ പേര്. എന്താണ്? ഇതാണെന്റെ പേര്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഇതാണെന്റെ പേര്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മുടെ ബ്ലഡ് ബാങ്കില് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഒരു വസ്തു ഉപയോഗിക്കുന്നു. അപ്പൊ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം സിട്രേറ്റ് ആണ് നമ്മൾ പറയാ. ഏതാണ്? സോഡിയം സിട്രേറ്റ്. അപ്പോ ബ്ലഡ് ബാങ്കില് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്താണ്? സോഡിയം സിട്രേറ്റ് ആണ്. ഇനി അടുത്തത് ഒരു രചനയാണ്. രചന ഇതാണ്. സർവീസ് സ്റ്റോറി. ഇപ്പൊ സർവീസ് സ്റ്റോറി രചിച്ചത് ആരാണ്? എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അപ്പൊ മലയാറ്റൂർ രാമകൃഷ്ണനാണ് സർവീസ് സ്റ്റോറി എന്ന കൃതിയുടെ കർത്താവ്. ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് വിളിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? വൃക്കയെയാണ് മനുഷ്യ ശരീരത്തിലെ അവയവം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെ. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? മാർട്ടിൻ കൂപ്പർ ആണ്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? മാർട്ടിൻ കൂപ്പർ ആണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. മാർട്ടിൻ കൂപ്പർ ആണ്. അടുത്തത് വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാണ്? വയനാട് ജില്ലയുടെ ആസ്ഥാനത്തിന്റെ പേര് കൽപ്പറ്റ എന്നാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാണ്? കൽപ്പറ്റയാണ്. ഇനി കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയുടെ പേര് ഏതാണ്? മഞ്ചേശ്വരം പുഴ എന്നാണ്. കേരളത്തിലെ വടക്കേറ്റത്തെ നദിയാണ്. ഏറ്റവും ചെറിയ നദിയാണ് അല്ലെ ഏത്? മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരം ഏത് രാജ്യത്തിനാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ്? കാനഡയാണ്. ഇനി അടുത്തത് വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. ഇനി അടുത്തത് ജിറാഫിന്റെ കഴുത്തിൽ എത്ര അസ്ഥികളുണ്ട്? ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7 ആണ്. ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. അടുത്തത് ജാലിയൻ വാലാബാഗ്. അതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ജാലിയൻ വാലാബാഗ്. ആ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം എന്നാണെന്നാ ചോദിക്കുന്നത്. എന്നാണെന്നറിയാലോ? 1919 ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്.
ഇനി അടുത്തത് മാമ്പഴങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? മാമ്പഴങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് അൽഫോൺസയെയാണ്. അൽഫോൺസ മാമ്പഴം, മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൺസ മാമ്പഴമാണ്. കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ട്ടോ, കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം ഇതാണ്, അതായത് തിരു-കൊച്ചി സംയോജനം നടന്നത് എന്നാണ്? തിരു-കൊച്ചി സംയോജനം നടന്ന വർഷം 1949. തിരു-കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇനി കേരളത്തിൽ ആരാണ് ലോട്ടറി ആരംഭിച്ചത്? കേരളത്തിൽ ആരാണ് ലോട്ടറി ആരംഭിച്ചത്? PK കുഞ്ഞാണ്. ആരാണ്? PK കുഞ്ഞ്. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച മന്ത്രി PK കുഞ്ഞ് ആണ്. ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം എന്ന് വിളിക്കുന്നത് സെപ്റ്റംബർ 2-നെയാണ്. ലോക നാളികേര ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. 1896 ഈഴവ മെമ്മോറിയലിന് 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഇനി അടുത്തത്, ലോക്സഭയില് എന്തുണ്ട്? 0 അവർ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ ലോക്സഭയിലെ 0 അവറിന്റെ ദൈർഘ്യം എത്രയാണ്? 1 മണിക്കൂറാണ്. ലോക്സഭയിലെ 0 അവറിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. ഇനി അന്യായമായി ഒരാളെ തടവിൽ വെച്ചാൽ, അന്യായമായി ഒരാളെ എന്ത് ചെയ്താൽ? തടവിൽ വെച്ചാൽ അയാളെ വിട്ടയക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? എന്താണ് അതിന്റെ പേര്? ഹേബിയസ് കോർപ്പസ് എന്നാണ്. അന്യായമായി ഒരാളെ തടവിൽ വെച്ചാൽ അയാളെ വിട്ടുകിട്ടാനായിട്ട് നമ്മൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന് വിളിക്കുന്ന പേര് ഹേബിയസ് കോർപ്പസ് എന്നാണ്. അടുത്തത് നോക്കൂ, വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചട്ടമ്പി സ്വാമിയാണ് പറയേണ്ടത്. ഇനി എന്നാണ് കുറിച്യർ കലാപം നടന്നത്? കുറിച്യർ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1812. കുറിച്യർ കലാപം 1812. ISRO രൂപീകൃതമായ വർഷം എന്നാണ്? 1969. ISRO രൂപീകൃതമായത് 1969. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലെ കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലെ കല്ലടയാണ്. 1907 ഇന്ത്യയുടെ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയത് ഒരു വനിതയാണ്. അവര് ആരാണ്? മാഡം ബിക്കാജി ഗാമയാണ്. ആരാണ്? മാഡം ബിക്കാജി ഗാമ. അപ്പോ 1907 മാഡം ബിക്കാജി ഗാമ ജർമ്മനിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത്. ഇനി അടുത്തത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് അല്ലെ. ആ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അടുത്തത് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഇനി ലോക കാലാവസ്ഥാ ദിനം എന്നാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 23. അടുത്തത് പ്രകാശവർഷം എന്നത് എന്തിന്റെ ഏകകമാണ്? പ്രകാശവർഷം എന്നത് ദൂരത്തിന്റെ ഏകകമാണ്. പ്രകാശവർഷം എന്നത് എന്തിന്റെ ഏകകമാണ്? ദൂരത്തിന്റെ ഏകകമാണ്. ആറ്റത്തില് ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. അടുത്ത ചോദ്യം ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. എന്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. ഇനി അടുത്തത് ആറ്റോമിക നമ്പറും അതുപോലെ തന്നെ ആറ്റോമിക മാസും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആരാണ്? ഹെൻറി മോസ്ലി ആണ് ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഇനി അടുത്തത് അടുത്ത ചോദ്യം കേരളം സമ്പൂർണ്ണ നോക്കുകൂലി വിമുക്ത സംസ്ഥാനമായത് എന്നാണ്. കേരളം സമ്പൂർണ്ണ നോക്കുകൂലി വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയത് 2018 മെയ് മാസം 1 മുതലാണ്. അപ്പോ കേരളം സമ്പൂർണ്ണ നോക്കുകൂലി വിമുക്ത സംസ്ഥാനമായി മാറിയത് 2018 മെയ് 1 മുതലാണ്. 2018 മെയ് 1. ഇനി അടുത്തത് ലോകത്ത് ആദ്യമായി ഒളിമ്പിക്സ് ആരംഭിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? ലോകത്ത് ആദ്യമായി ഒളിമ്പിക്സ് ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? എന്നാണ് ചോദിച്ചത്. ലോകത്ത് ആദ്യമായി ഒളിമ്പിക്സ് ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ബഹ്റൈൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്ക് വേണ്ടി ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടി ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? മധുരയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടി ആശുപത്രി നിലവിൽ വന്നത് മധുരയിലാണ്. അടുത്തത് സാക്ഷി മാലിക്കിനെ കുറിച്ചാണ്. സാക്ഷി മാലിക് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ സാക്ഷി മാലിക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനാണ്? ഗുസ്തിയാണ്. സാക്ഷി മാലിക് ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്തിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത്?
24 മണിക്കൂറിനുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ എവിടെ ഹാജരാക്കണം? കോടതിയിൽ ഹാജരാക്കണം. ഇന്ത്യയില് തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഉദയ്പൂരിനെയാണ്. ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഉദയ്പൂരിനെയാണ്. ഇനി അടുത്തത് ബക്രാനങ്കൽ എന്ന് പറയുന്ന അണക്കെട്ട് ഏത് നദിയിലാണ്? ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് എവിടെയാണ്? സത്ലജ് നദിയിലാണ് ട്ടോ. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപിലാണ്. എവിടെയാണ്? ബാരൻ ദ്വീപിൽ. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപിലാണ്. അടുത്തത് നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് നബാർഡിന്റെ ആസ്ഥാനം. ഇനി അടുത്തത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ച സംഘടനയുടെ പേര് എന്താണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന വ്യക്തി ആരംഭിച്ച സംഘടനയുടെ പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അടുത്തത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അത് ആരംഭിച്ചത് എന്നാണ്? 1940-ലാണ്. എന്നാണ് ആരംഭിച്ചത്? 1940-ലാണ്. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എന്നാണ്? അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എന്നാണ് ചോദിക്കുന്നത്. 1913. ആലുവയിൽ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913-ലാണ്. അടുത്തത് കേരള ഹൈക്കോടതി എന്നാണ് നിലവിൽ വന്നത്? കേരളം നിലവിൽ വന്ന വർഷം തന്നെയാണ് 1956 കേരള ഹൈക്കോടതി നിലവിൽ വന്നു. ഇനി അടുത്തത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ കായിക താരം ആരാണ്? ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വിക്രം സാരാഭായ് ആണ്. പൂർണ്ണമായും സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വേൾഡിലെ തന്നെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അതായത് സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നൊക്കെ നമ്മൾ പറയും, നെടുമ്പാശ്ശേരിയിലുള്ളത് അല്ലെ. ഇനി അടുത്തത് വാരണാസി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം
ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹത്തിന്റെ പേര് ആര്യഭട്ട. ഇനി ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുടെ പേരാണ് ഏതാണ്? ബൊക്കാറോ എന്നത്. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ ഉരുക്കുശാല ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ഉരുക്കുശാല ജാർഖണ്ഡിലാണ്. ശരീരത്തിന്റെ തുലന അവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലന അവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഇനി കേരളത്തിൽ മരച്ചീനി കൃഷി അഥവാ കൊള്ളിക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയും, എവിടെയാണുള്ളത്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. വനത്തിനെ സംരക്ഷിക്കാൻ വനം സംരക്ഷണം എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് 1983 കർണാടക സംസ്ഥാനത്തിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? അപ്പിക്കോ പ്രസ്ഥാനം. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കർണാടക സംസ്ഥാനത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അടുത്തത് നിശബ്ദനായ കൊലയാളി. നിശബ്ദനായ കൊലയാളി എന്ന് വിളിക്കുന്നത് ആരെയാണ്? നിശബ്ദനായ കൊലയാളി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? രക്തസമ്മർദ്ദത്തെയാണ്. അമിത രക്തസമ്മർദ്ദത്തെ നമ്മൾ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ അടുത്തത് രണ്ടെണ്ണം കൂടിയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയുടെ പേര് എന്താണ്? ഭാരതരത്നം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്നം. അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ, അത് കഴിഞ്ഞാൽ പത്മഭൂഷൺ, അത് കഴിഞ്ഞാൽ പത്മശ്രീ അല്ലെ. ഇനി അടുത്തത് നോക്കൂ. ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ് അല്ലെ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം, ചാമ്പൽ, മലയണ്ണാൻ, നക്ഷത്ര ആമകളെയൊക്കെ ധാരാളം കാണപ്പെടുന്ന ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇനി അടുത്തത് അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 1965 ഇന്ത്യ പാക് വാർ നടന്നപ്പോ 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. 1965 ഇന്ത്യ പാക് വാർ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.